ഹായ് നൻറത. ഞാൻ 2021 ബ്രില്യൻറ്റിലെ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ റിപ്പീറ്റേഴ്സ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബ്രില്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെ ക്ലാസ്സസ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് എല്ലാം തന്നെ ഞാൻ ഓൺലൈനായിട്ടാണ് ക്ലാസ്സസും എക്സാംസും എല്ലാം ഓൺലൈനായിട്ട് തന്നെയാണ് അറ്റൻഡ് ചെയ്തത്. ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു ആദ്യം ഓപ്റ്റ് ചെയ്തത്, പക്ഷേ ഓഫ്ലൈനായിട്ട് കോവിഡ് സിറ്റുവേഷൻസ് കാരണം നടന്നില്ല. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു പ്രോബ്ലം അല്ലായിരുന്നു. ഈക്വലി എഫക്റ്റീവ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ്സസും. നമ്മുടെ പ്രൊഫസേഴ്സൊക്കെ നല്ല രീതിയിലാണ് ക്ലാസ്സസ് എടുത്തിരുന്നത്. ഓരോ ക്ലാസ്സസ് കഴിയുമ്പോഴും ഈ ലൈവായിട്ടുള്ള ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ അവർ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. ഇനി ഇൻ കേസ് അല്ലെങ്കിൽ ഫാക്കൽറ്റിയുടെ ഫോൺ നമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിക്കുകയോ മെസ്സേജ് ചെയ്തതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർ റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. അതൊന്നൊരു പ്രശ്നമല്ലായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിനെ ഫാക്കൽറ്റീനെ പറ്റി പറയുമ്പോൾ അവരെല്ലാവരും ഹൈലി സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പം ക്ലാസ് ടീച്ചർ, സ്പെഷ്യലി എൻ്റെ ക്ലാസ് ടീച്ചർ ധന്യ മാംക്ക് എപ്പോഴും വിളിക്കുമായിരുന്നു, എപ്പോഴും വിളിച്ച് അന്വേഷിക്കും. അപ്പം നമുക്ക് ഉഴപ്പാനായിട്ടൊരു ടൈമൊന്നും തന്നിട്ടില്ല. ഉഴപ്പുമ്പോൾ തന്നെ അവർ വിളിച്ചിട്ട് എന്താ മാർക്ക് കുറയുന്നത്, പിക്കപ്പ് ചെയ്ത് വന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഡയറക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഡയറക്ടർ ജോർജ് സാറായിരുന്നു. അപ്പോൾ എല്ലാ എക്സാംസും കഴിയുമ്പോൾ റിസൾട്ട് അനാലിസിസ് മീറ്റിംഗ് വയ്ക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ അവരുടെ വേർഡ്സ് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. നമുക്ക് വീണ്ടും പഠിക്കാനൊരു എനർജറ്റൈസ്ഡ് ആയിരുന്നു. പിന്നെ എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിൽ നടന്ന എല്ലാ എക്സാംസും NCERT ബേസ്ഡ് തന്നെയായിരുന്നു. എല്ലാ ലെവലിലും എക്സാംസ് നടത്തിയായിരുന്നു. ഈസി എക്സാംസ്, മോഡറേറ്റും നല്ല ഡിഫിക്കൽട്ട് എക്സാംസും ഉണ്ടായിരുന്നു. പക്ഷേ NCERT ബേസ്ഡ് തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാ ലെവലിലും എക്സാംസ് ടച്ച് ചെയ്യാൻ പറ്റി. പിന്നെ ഓഫ്ലൈനായിട്ട് എക്സാംസ് നടത്താൻ സെൻറ്റേഴ്സൊക്കെ എല്ലാ ഡിസ്ട്രിക്റ്റിലും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം എഫക്റ്റീവായെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാം കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ പേപ്പേഴ്സും OMR ഒരുപാട് അയച്ചു തന്നു. അപ്പോൾ അതേ ഫീലോടെ തന്നെ വീട്ടിലിരുന്നിട്ട് തന്നെ ഓഫ്ലൈനായിട്ട് എക്സാംസ് എഴുതാൻ പറ്റി. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാം നമുക്ക് പുതിയ നീറ്റ് പാറ്റേൺ വന്നപ്പോൾ അതൊക്കെ എക്സാംസ് ഓൺലൈനായിട്ട് നടന്ന എല്ലാ എക്സാംസും ആ പാറ്റേൺ പോലെ തന്നെ നടത്തി ഞങ്ങൾ നല്ലൊരു ഫെമിലറൈസ്ഡ് ആക്കിയായിരുന്നു. അപ്പോൾ ഓവറോൾ ബ്രില്യൻറ്റ് ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ മൈൻഡ് ഉണ്ടായാൽ മാത്രം മതി, ബാക്കി വേണ്ട സപ്പോർട്ടെല്ലാം ബ്രില്യൻറ്റ് തന്നോളൂ. ഇനി വരാൻ പോകുന്ന എല്ലാം ലോങ് ടേം ആൻഡ് റിപ്പീറ്റഡ് സ്റ്റുഡൻസിന് ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു.